ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. വെളുപ്പാങ്കാലത്താണ് ഈ വ്ളോഗ് തുടങ്ങുന്നത്. ഇനിയൊരു 4 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ നമ്മൾ ക്ലിനിക്കിലേക്ക് 4-5 മണിക്കൂറും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ലിനിക്കിലെത്തും. എന്തുകൊണ്ട് ഇപ്പോൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തുടങ്ങാൻ തോന്നിപ്പോയി. ഇപ്പം തന്നെ അങ്ങോട്ട് തുടങ്ങാമെന്ന് വെച്ചു. ഇപ്പം തോന്നി ഇപ്പം തന്നെ അങ്ങോട്ട് ചെയ്യണം. ഇന്ന് ഞാൻ സമയവും നോക്കിയിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. ഒറ്റ മൈൻഡായിരുന്നു, ഇത്രയും പഠിക്കണം, ഇത്രയും പഠിച്ച് തീർന്നാലേ ഞാൻ ഉറങ്ങൂ. അതുകൊണ്ട് തന്നെ സമയവും നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ മണിക്കൂറുകളായി. അവസാനം ഒരു വലിയൊരു ലെക്ചർ കഴിഞ്ഞ് അവസാനത്തെ സ്ലൈഡ് എത്തി. അവരവിടെ എഴുതി വെച്ചിരിക്കുന്നു, താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ. അത് കണ്ടപ്പോൾ എനിക്കൊരു ആനന്ദം. ഇനി ഉറങ്ങാലോ. ചില സമയത്ത് നമ്മൾ ഇത്രയും ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ടാർഗറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. ആ സുഖത്തിലാണ് ഞാൻ എത്ര മണിക്കൂറായി എന്ന് പറയുന്നത് തീർക്കാൻ വേണ്ടി നോക്കിയിരിക്കണേ. പറയുകയാണെങ്കിൽ ഒരു 7 മണി 8 മണിക്ക് ഇരിക്കുന്നതാ. ഇപ്പം സമയം 3:30 3:30, വെളുപ്പിന് 3:30 കേട്ടോ. ഇനിയിപ്പോൾ 4:30, 5:30, 6:30, 7:30, 8:30, 8:30 ഇവിടെ ഇറങ്ങണം. 5 മണിക്കൂർ ഷാർപ്പുണ്ട്. 8:30 ഇറങ്ങി 9 മണിക്ക് ഇവിടെ ക്ലിനിക്കിലെത്തണം. 9 മണിക്ക് ഇവിടെ അടുത്ത പരിപാടി തുടങ്ങും. എന്താ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പരീക്ഷിക്കാൻ പഠിക്കണം. അതുകൊണ്ടാണ് ഈ വെക്കേഷനിൽ ഇപ്പോൾ ഇരുന്ന് പഠിക്കണേ. പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് എൻ്റെ മടിയും ജോലിക്ക് പോകാനുള്ള നിർബന്ധിതമായ അവസ്ഥയും കാരണം പഠിച്ചില്ല. ആർഭാടായിട്ട് ഞാൻ ഇച്ചിരി ഓവർ കോൺഫിഡൻ്റ് ആയി. അതിനങ്ങോട്ട് തലയ്ക്ക് തട്ട് കിട്ടാമെന്നൊക്കെ പറയില്ല, അതങ്ങോട്ട് കിട്ടി. സന്തോഷം. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു വെക്കേഷൻ സമയത്ത്. അത് വേറൊരു സന്തോഷം. എന്തെങ്കിലും ആവട്ടെ, കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ. പിന്നെന്താ, നാളെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണാം. ജോലിയുടെ കാര്യം ഞാനങ്ങോട്ട് മാറ്റി വെച്ചേക്കാണ്. ഈ മാസം വീക്കെൻഡിൽ മാത്രമായിരിക്കും മെയിനായിട്ട് പോവുക. അതിനിടയിൽ ചിലപ്പോൾ പോകും, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം എങ്ങാനും വന്നാൽ. കാരണം നമ്മൾ ധനകാര്യമന്ത്രിയോടും കൂടി നമ്മൾ ഒക്കെ ടാലി ചെയ്ത് പോകണമല്ലോ. അവരോട് സംസാരിക്കുമ്പോൾ ഒക്കെ ടാലി ആയിട്ട് പോകണമല്ലോ. അപ്പോൾ ടാലി ആയിട്ട് പോയില്ല, എന്തെങ്കിലുമൊക്കെ അവിടെ വലിച്ചിലും പിഴിച്ചിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് കൂടി പോവും. അങ്ങനെ വലിച്ചിലും പിഴിച്ചിലും വന്നില്ലെങ്കിൽ നമ്മൾ ഈ പോകുന്ന പോലെ പോവും. മൺഡേ ടു ഫ്രൈഡേ ക്ലിനിക്, വന്നു കഴിഞ്ഞാൽ പഠിത്തം, അത് കഴിഞ്ഞ് വീക്കെൻഡ് ജോലി, അങ്ങനെ പോവും. എന്തായാലും വരുന്നത് പോലെ വരട്ടെ. അപ്പം അത്രേ ഉള്ളൂ. ഇനി ഞാൻ ചെരിയാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കട്ടിൽ എന്നെ മാടി വിളിക്കുന്നു. പിന്നെ എനിക്ക് പഠിക്കുമ്പോൾ ഈ ഫാൻ ഓണായിട്ടിരിക്കണം. ആ ഒച്ച കേട്ടാലാണ് എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റൂല. ഈ ADHD ഉള്ളവരുടെ ഒരു പ്രശ്നം അത്. എന്തെങ്കിലും ഫോക്കസ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും. എനിക്ക് ആ ഒച്ചയിൽ ഫോക്കസ് ചെയ്താലാണ് എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം അത്രയൊക്കെ തന്നെ. പകലായാൽ ജോലിയായി. പണ്ടായിരുന്നെങ്കിൽ ജോലിക്ക് പോയാൽ കാശ് കിട്ടും, ഇപ്പോഴാണെങ്കിൽ കാശില്ല. ഇപ്പോഴാണെങ്കിൽ പോവുക, പട്ടിപ്പണി എടുക്കുക, പണി കഴിഞ്ഞ് ക്ഷീണിച്ച് പോവുക. അത് നമ്മുടെ ഭാവിക്ക് ആവശ്യമായതുകൊണ്ട് നമ്മളങ്ങ് സഹിക്കുക. കാശ് കിട്ടിയിരുന്നെങ്കിൽ സന്തോഷമുണ്ട്, പക്ഷെ കാശില്ല. ചില സാഹചര്യങ്ങളിൽ നമ്മൾ അതും കൂടി അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ട് പോവുക. കാരണം ഇൻറ്റേൺഷിപ്പിന് കാശ് തരാനായിട്ട് നമുക്ക് പണി അറിയില്ല, പണി പഠിക്കാനാണ് പോകണ്ടേ. ഇപ്പം മുടിവെട്ടുകടയിലൊക്കെ ഒരാൾ പണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളാദ്യം അവിടേക്കാണ് കാശ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആണ് ഒരു സമയം കഴിയുമ്പോൾ ഈ മുടിവെട്ട് കടയിലെ ഉടമസ്ഥൻ ആ മുടിവെട്ട് പഠിക്കാൻ വന്ന പുള്ളിക്ക് കാശ് കൊടുക്കുക. അതേ സ്കീം തന്നെ ഇവിടെ. നമുക്കൊരു തേങ്ങയുടെ മൂട് അറിയാൻ പാടില്ല. നമ്മൾ പോവുക, കാണുക, മനസ്സിലാക്കുക, ചോദിക്കുക, പറ്റാവുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാവുന്നതൊക്കെ ഇങ്ങോട്ട് മനസ്സിലാക്കി അങ്ങോട്ട് എടുക്കാൻ നോക്കുക കാണുന്നതിൽ നിന്നും. പിന്നെ ഇത് ജീവനുള്ളൊരു സംഭവത്തിനെ കുത്തിക്കീറിയിട്ടുള്ള പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് സൂക്ഷിക്കുക. എന്തായാലും 2ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നെന്ത് സംഭവിക്കുന്നു വലിയ പിടിയൊന്നുമില്ല. സംഭവിക്കുന്നതൊക്കെ നല്ലതാവും എന്ന് പ്രതീക്ഷയോടുകൂടി നമുക്ക് പോകാം. ഇന്ന് നമ്മൾ ഈ ടീഷർട്ട് മാറുന്നതായിരിക്കും. ഇന്ന് സ്ക്രബ് മാത്രമേ ഇടുള്ളൂ. പിന്നെ ഇന്ന് എൻ്റെ കംഫേർട്ടിന് വേണ്ടിയിട്ട് ഷൂ മാറി ചെരിപ്പിട്ടു. കാരണം എന്തായാലും ക്രോക്സ് എടുത്തിടണം. അപ്പം പിന്നെ ഈ ഷൂ ഒരു വെറുപ്പിക്കല. അപ്പം അങ്ങനെ ഇങ്ങോട്ട് ഇട്ടു. റോസാപ്പൂക്കളുടെ ഒക്കെ പരിപാടിയൊക്കെ തീർന്നു. ഇപ്പോൾ പുതിയ കൊമ്പൻ ഇറങ്ങി, നല്ല രീതിയിൽ ഉണ്ടായി കിടക്കണല്ലേ. അയ്യോ, മറ്റേ അവിടുത്തെ പിങ്ക് റോസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ഇന്നത്തെ കഴിഞ്ഞിട്ട് കാണാം. വേറെ തള്ളിമറക്കൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേസുകൾ കുറേ എണ്ണം വന്നു. അതിനകത്ത് ഒരു കേസ് ഇത്തിരി അങ്ങ് ഡീപ്പായിപ്പോയി. അതായത് കയ്യിലിരുന്ന് പേഷ്യൻ്റ് മരിച്ചു. അത് ഓണറിൻ്റെ അശ്രദ്ധയാണ് എന്നേ നമുക്ക് പറയാൻ പറ്റൂ. 95%. അപ്പോൾ പുള്ളിക്കാരനതിങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ച് അവസാന സ്റ്റേജ് ആയപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് കാണിക്കാനുള്ള തീരുമാനമായത്. പക്ഷേ ഇറ്റ് വാസ് ഓൾറെഡി ടു ലേറ്റ്. അതൊരു സ്മോൾ ബ്രീഡാണ്, ടോയ് ബ്രീഡ് എന്നൊക്കെ പറയില്ലേ, അതിനകത്ത് വരുന്ന ബ്രീഡാണ്. അപ്പോൾ അറിയാമല്ലോ, അതിൻ്റെ ഒരു ബോഡി വലിപ്പം കാര്യങ്ങളൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ.
അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്കാനിങ് കാര്യങ്ങൾ കഴിഞ്ഞ് വന്ന് അവസാനം കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുന്നതിനിടയ്ക്ക് മരിക്കുക മീൻസ് ഫെയിൻറ്റ് ചെയ്ത് വീണു. അപ്പോഴേക്കും വേറൊരു റിപ്പോർട്ട് വന്നു, ലങ് എംഫിസീമയാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? യൂത്തനേഷ്യ ചെയ്യുക, അതല്ലാതെ വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല എന്നൊരവസ്ഥയായി പോയി. കാരണം പട്ടിക്ക് പ്രായമുണ്ട്, 8 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ആ ഒരു ബ്രീഡ് ഇത് കോംപ്ലിക്കേഷൻസ് കാര്യങ്ങൾ വെച്ചിട്ട് സർവൈവ് ചെയ്യൽ ടാസ്ക്കാണ്. അപ്പോൾ ഓണർ സൈൻ ചെയ്ത് തരണം, അതായത് ചെയ്തോളാൻ. മെർസി കില്ലിങ് എന്നാണ് യൂത്തനേഷ്യയുടെ വേറൊരു പദം. അപ്പോൾ ചെയ്യണമെങ്കിൽ ഓണർ സൈൻ ചെയ്ത് തരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓണറിന് നമ്മൾ സമയം കൊടുക്കണം, നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പം 3/4 മണിക്കൂറോളം നമ്മൾ ഈ പട്ടിയുടെ ജീവൻ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് CPR കൊടുത്ത് എൻ്റെയൊക്കെ കൈയുടെ പരിവളകി. 3/4 മണിക്കൂർ ഞാനും വേറെ 2 ആൾക്കാരുണ്ടല്ലോ, ഞങ്ങൾ 3 ആൾക്കാർ മാറി CPR കൊടുത്തോണ്ടിരിക്കുക. കാരണം പട്ടി ചാവരുത്, ചാവാതെ നോക്കണതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. മരിച്ചാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ മരിക്കാൻ നോക്കണമല്ലോ. അപ്പോൾ അവസാനം ഓണർ യൂത്തനേഷ്യ കൊടുത്തോളാൻ, ഓണറിൻ്റെ കാര്യം പറയാം, യൂത്തനേഷ്യ കൊടുത്തോളാൻ സമ്മതിച്ചതും പട്ടി മരിക്കലും ഒരുമിച്ചായിരുന്നു. യൂത്തനേഷ്യ കുത്തിയില്ല, അതിന് തൊട്ട് മുന്നേ കയ്യിൽ നിന്ന് പോയി. ഒരു 3/4 മണിക്കൂറോളം ഞങ്ങൾ നിന്ന് CPR കൊടുക്കലായിരുന്നു. എന്ത് ജീവനായിക്കോട്ടെ, അത് നമ്മുടെ കൈ കിടന്ന് പോകുമ്പോൾ ഉണ്ടല്ലോ, അതൊരു വിഷമമാണ്. ഇത് നല്ല വാമായിട്ട് നിന്ന് പെട്ടെന്ന് ഇങ്ങനെ കോൾഡായി പോവുക. അപ്പോൾ യൂത്തനേഷ്യ ചെയ്തില്ല, അതിന് മുന്നേ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സിനും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഫോൾട്ട് കാണുന്നുണ്ടെങ്കിൽ, അത് ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നോക്കുക. പരമാവധി നിങ്ങൾ കെയർ ചെയ്യുന്നൊരു ബ്രീഡാണ്, അല്ലെങ്കിൽ എന്ത് അനിമലാവട്ടെ, ഏതൊരു ബ്രീഡാവട്ടെ, കെയർ ചെയ്യുന്നൊരു സംഭവമാണെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ആരെങ്കിലും ഈ ഫീൽഡിലുണ്ടെങ്കിൽ സംസാരിക്കുക. കാരണം ആദ്യത്തെ സ്റ്റേജിലാണെങ്കിൽ അത് ക്യൂർ ചെയ്യാൻ എളുപ്പമാണ്, വൈകും തോറും പാടാണ്. അത് ചെറിയ ബ്രീഡും കൂടിയാണെങ്കിൽ വളരെ പാടാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെ. അതേപോലെ ഒരു കാര്യം കൂടി, ആ പേഷ്യൻറ്റിൻ്റെ ഓണർ കരഞ്ഞ കരച്ചിൽ, ഞാൻ നാട്ടിൽ പോലും ഒരാളങ്ങനെ കയ്യിൽ നിന്ന് പോയാൽ മരിക്കണമായിട്ട് കരയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ കരച്ചിലും ബഹളവും, അയ്യോ. മെയിൻ ഡോക്ടറൊക്കെ പോയി ആശ്വസിപ്പിക്കലും. കാരണം പുള്ളിയുടെ കാരണത്താൽ മരിച്ചു, ആ ഒരു സ്കീം വരുമല്ലോ. അപ്പോൾ ഇന്നത്തെ കേസുകളിൽ ഇങ്ങനത്തെ ഒരു കേസും കൂടി വന്നു. ഇനി കേസുകൾ എന്തൊക്കെ വരും നോക്കട്ടെ. എനിക്ക് ആ കേസ് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വന്ന് പുറത്തിരിക്കുന്നതാ. ആകെ സ്ഥലം ആകെ മൊത്തത്തിലൊരു അവസ്ഥയായിപ്പോയി. കാരണം നമ്മൾ അൾട്രാസൗണ്ടിൽ അങ്ങനത്തെ ഒരു ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. അടുത്ത കേസിനുള്ള ആളാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും പോട്ടെ. കാലത്തൊട്ട് തീരണ വരെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പം അത്രയൊക്കെ തന്നെ എൻ്റെയും കിളി മാറി, ഇവൻ്റെയും കിളി മാറി. ഇവൻ തെക്കുവടക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു. മൈ ഗാഡ്. അപ്പം അത്രയൊക്കെ തന്നെ. ഇതിന് പിന്നെ ടീഷർട്ട് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്, ജീവൻ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോവും, ചിലപ്പോൾ നമ്മൾ പിടിച്ചിർത്തും, ചിലപ്പോൾ രക്ഷപ്പെടുത്തും. എല്ലാം ഒരു വിളയാട്ടം. ഇന്നത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. സന്തോഷവും സമാധാനവുമായ ദിവസമായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞു, ഇറങ്ങി. നമ്മളൊരു 8-10 കേസുകൾ കണ്ടു. ഇവിടെ മനുഷ്യന്മാരുടെ ഹോസ്പിറ്റൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് മൃഗങ്ങളുടെയും. ഒക്കെയും ചെക്കൊക്കെ ചെയ്തിട്ടേ സർജറിയുള്ള പരിപാടി അങ്ങോട്ട് തുടങ്ങും. ഇപ്പോൾ ആദ്യം അനസ്തേഷ്യോളജിക്ക് ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് പോയി കഴിഞ്ഞാൽ അനസ്തേഷ്യ അടിക്കുന്നതിന് ഹാർട്ടിൻ്റെ ലെവലൊക്കെ അറിയണ്ട. അങ്ങനെ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞിട്ടാണ് സർജറി കാര്യങ്ങളൊക്കെ. അതല്ലാതെ നേരെ വെട്ട് പരിപാടി അങ്ങനെയല്ല. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ ഒരു വാക്ക് പറഞ്ഞതിലൂടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അങ്ങനത്തെ ഒക്കെ ഹോസ്പിറ്റൽ ചിലപ്പോൾ ഭാവിയിൽ ഞാൻ തന്നെ ഒരെണ്ണം തുടങ്ങുമായിരിക്കും. അങ്ങനെ തുടങ്ങുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. ഇത് എത്ര ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഇപ്പം ഞങ്ങളിവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ആധികാരികമായി നാളെ ഞാൻ സംസാരിക്കാം. കാരണം നാളത്തേക്ക് ഞാൻ ഡോക്ടറിനോട് ചോദിക്കാൻ കുറച്ച് സംശയങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ആധികാരികമായിട്ട് സംസാരിക്കാം. ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഇറങ്ങി. പിന്നെ ഇടയ്ക്ക് വെച്ച് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലും പോയി ഒരു പേഷ്യൻറ്റിനെ കാണാൻ. ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ മൊത്തം നമ്മൾ സംസാരിക്കലാണ്. ഇങ്ങനെയൊക്കെ ആകാം, അങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ആകാം, സാധ്യതയുണ്ട്. ഞാനിങ്ങോട്ട് തള്ളി മറയ്ക്കുക, പക്ഷെ കാര്യം അറിയണം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ പരിപാടി തിരിച്ച് ഗൃഹത്തിലേക്ക് പോവുക. ഗൃഹത്തിലേക്ക് പോയിട്ട് ഒന്ന് വിശ്രമിക്കുക. വിശ്രമം അനിവാര്യമാണ്. ഞാൻ മുന്നും പറയാറുള്ള പോലെ തന്നെ ഇന്ന് ഉറക്കം ശരിയായില്ല.
അതിൻ്റെ പ്രശ്നം നല്ല രീതിയിലുണ്ട്. മുഖമൊക്കെ ആകെ വാടി തളർന്നു. സൂര്യകാന്തി പോലെ തുടങ്ങിയ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വാടി തളർന്നു പോയി, 10 മണി പോലെ. ഇനി പോയി ഒന്ന് ഉറങ്ങി എണീറ്റാലാണ് എനിക്ക് നാളെ സൂര്യകാന്തനെ പോലെ പിന്നെയും ഒന്നും കൂടി ഉഷാറായിട്ട് വരാൻ പറ്റൂ. 4 മണിക്കൂർ ഉറക്കം പെൻഡിങ് ഉണ്ട്. ഉറങ്ങാൻ 4 മണിക്കൂർ കഴിയുമ്പോൾ എണീക്കുക, പഠിക്കാതിരിക്കുക, അതിനിടയിൽ ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, അങ്ങനെ കുറച്ച് കലാപരിപാടികൾ. അത്രയൊക്കെ തന്നെ ഏത് നിമിഷം വേണമെങ്കിലും മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കുറുക്കൻ്റെ കല്യാണമാണ്, കാരണം മൊത്തത്തിലായിട്ടില്ല. അതുകൊണ്ട് ലക്ഷറി മഴ ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പോൾ ശരി, എല്ലാവർക്കും ശുഭരാത്രി. അടുത്ത വ്ളോഗിൽ ഞാൻ പിന്നെയും തള്ളിമറക്കാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.